36 വർഷങ്ങൾക്ക് മുൻപ് വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ US സൈന്യം പിടികൂടിയ അതേ ജനുവരി 3-ന് പനാമയിൽ നടന്ന അവിശ്വസനീയമായ ഒരു സൈനിക നീക്കത്തിന്റെ കഥ ഒരു സിനിമ പോലെ വിവരിക്കാം. ഇതിനെ ഓപ്പറേഷൻ ജസ്റ്റ് കോസ് എന്നാണ് ചരിത്രം വിളിക്കുന്നത്. ആരായിരുന്നു മാനുവൽ നൊറിഗ? 1980-കളിൽ പനാമയുടെ സർവാധികാരിയായിരുന്നു ജനറൽ മാനുവൽ നൊറിഗ. രസകരമായ കാര്യം, അദ്ദേഹം ഒരു കാലത്ത് അമേരിക്കൻ ചാരസംഘടനയായ CIA ശമ്പളം പറ്റുന്ന ആളായിരുന്നു എന്നതാണ്. എന്നാൽ കാലക്രമേണ അദ്ദേഹം മയക്കുമരുന്ന് മാഫിയകളുമായി അടുക്കുകയും അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതോടെ അമേരിക്ക അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചു. 1989 ഡിസംബർ പകുതിയോടെ പനാമയിൽ വെച്ച് ഒരു US പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതോടെയാണ് അന്നത്തെ US പ്രസിഡന്റ് ജോർജ് H.W. ബുഷ് സൈന്യത്തിന് ഉത്തരവ് നൽകിയത്. നൊറിഗയെ പിടികൂടുക, പനാമയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക. ഡിസംബർ 20-ന് 27,000-ഓളം വരുന്ന US സൈനികർ പനാമയിൽ ഇറങ്ങി. നൊറിഗയുടെ സൈന്യത്തെ നിഷ്പ്രഭമാക്കി. അവർ അധികാരം പിടിച്ചെടുത്തെങ്കിലും നൊറിഗ അപ്രത്യക്ഷനായി. നൊറിഗ എവിടെയാണെന്ന് അറിയാതെ അമേരിക്കൻ സൈന്യം കുഴങ്ങി. ഒടുവിൽ ക്രിസ്മസ് തലേന്ന് നൊറിഗ പനാമ സിറ്റിയിലെ വത്തിക്കാൻ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയതായി വാർത്ത വന്നു. നയതന്ത്ര നിയമങ്ങൾ അനുസരിച്ച് മറ്റൊരു രാജ്യത്തിന്റെ എംബസിയിൽ കയറി ആരെയും പിടികൂടാൻ അമേരിക്കയ്ക്ക് അനുവാദമില്ലായിരുന്നു. എംബസിക്ക് ചുറ്റും US സൈന്യം തമ്പടിച്ചു. എംബസിക്കുള്ളിലുള്ള നൊറിഗയെ മാനസികമായി തളർത്താൻ അവർ വിചിത്രമായ ഒരു തന്ത്രം പ്രയോഗിച്ചു. എംബസിക്ക് പുറത്ത് കൂറ്റൻ സ്പീക്കറുകൾ സ്ഥാപിച്ച് 24 മണിക്കൂറും ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ഹെവി മെറ്റൽ റോക്ക് സംഗീതം പ്ലേ ചെയ്തു. നൊറിഗയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗീതമായിരുന്നു അത്. ഉറങ്ങാൻ പോലും കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ നൊറിഗ 10 ദിവസത്തോളം ആ കെട്ടിടത്തിനുള്ളിൽ നരകിച്ചു. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൃത്യം 36 വർഷങ്ങൾക്ക് മുൻപ് ജനുവരി 3-ന് രാത്രി നൊറിഗ വത്തിക്കാൻ എംബസിയിൽ നിന്ന് പുറത്തിറങ്ങി. അമേരിക്കൻ യൂണിഫോമിന് സമാനമായ ഡ്രസ് ധരിച്ചാണ് അദ്ദേഹം പുറത്തു വന്നത്. ഉടൻ തന്നെ US ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ മയാമിയിലേക്ക് കൊണ്ടുപോയ നൊറിഗയെ മയക്കുമരുന്ന് കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കായി 40 വർഷം തടവിന് ശിക്ഷിച്ചു. പിന്നീട് ഫ്രാൻസിലും പനാമയിലും ജയിൽ ശിക്ഷ അനുഭവിച്ച അദ്ദേഹം 2017-ലാണ് അന്തരിച്ചത്. ഇന്നലത്തെ സംഭവവുമായുള്ള സാമ്യം നോക്കാം. നൊറിഗ കീഴടങ്ങിയതും മഡുറോ പിടിയിലായതും ഒരേ തീയതിയിലാണ്, ജനുവരി 3-ന്. 2 പേർക്കെതിരെയും അമേരിക്ക ചുമത്തിയ പ്രധാന കുറ്റം മയക്കുമരുന്ന് കടത്ത് എന്നതാണ്. 2 സംഭവങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ US സൈന്യം നേരിട്ട് ഇടപെട്ട് ഭരണാധികാരിയെ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.